അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പഠിച്ചിട്ടുള്ളത് തസവ്വുഫിന് കാര്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് അൽ ഇസ്തിഖാമത്തു വസ്സുക്കൂൻ, ചൊവ്വായ രീതിയിൽ നിൽക്കൽ, അതേപോലെ തന്നെ വസ്സുക്കൂൻ അൽ ഖൽഖ്, സൃഷ്ടികളോട് കൂടുതൽ അടുപ്പം വേണ്ട എന്ന രീതിയിൽ. എന്നിട്ട് ഇസ്തിഖാമത്ത് എന്തെന്ന് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ് ബിന്നാസ് എന്തെന്ന് നമ്മൾ പറഞ്ഞു, ഉബൂദിയ്യത്ത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, തവക്കുൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞതാണ് തവക്കുൽ, അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കൽ. ഇനി നമ്മൾ ഇതുപോലത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇഖ്ലാസ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വസഅൽതനി, പൊന്നുമോനെ നീ എന്നോട് ചോദിച്ചു, അനിൽ ഇഖ്ലാസി, ഇഖ്ലാസിനെ കുറിച്ച് ചോദിച്ചു. എന്നാൽ അതിന്റെ മറുപടി കേട്ടോ. വഹുവ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൻതക്കൂന, ആകലാണ്, അമാലുക, നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ആകലാണ്, കുല്ലുഹ, എല്ലാ പ്രവർത്തനങ്ങളും, അൻതക്കൂന, ആകലാണ്, അമാലുക, നിന്റെ പ്രവർത്തനങ്ങൾ ആകലാണ്, കുല്ലുഹ, എല്ലാ പ്രവർത്തനങ്ങളും ആകലാണ്, ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടിയിട്ട് മാത്രം ആകലാണ്. ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ നടത്തുന്നുണ്ട്, ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാനധർമ്മം നടത്തുന്നതെങ്കിൽ അതിൽ ഇഖ്ലാസ് ഇല്ല എന്നാണ് അർത്ഥം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടാൻ, അള്ളാഹു ഈ ദാനത്തെ, ഈ ധർമ്മത്തെ സ്വീകരിക്കണമെന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ കൂലിയുണ്ട് എന്നർത്ഥം. ലാ യർതാഹു ഖൽബുക, നിന്റെ ഹൃദയം ആശ്വാസം കൊള്ളരുത്, നിന്റെ ഹൃദയം സമാധാനിക്കരുത്, ബിമഹാമിദിന്നാസ്, ജനങ്ങൾ സ്തുതിക്കുന്നത് കണ്ടിട്ട്. ജനങ്ങൾ നീ ഭയങ്കര ഉഷാറാണ്, നീ അങ്ങനെയാണ്, അപ്പം മനസ്സിലൊരു ആശ്വാസം, മനസ്സിലൊരു സന്തോഷം, അങ്ങനെ തോന്നരുത്. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ലാ യർതാഹു ഖൽബുക, നിന്റെ ഹൃദയം സന്തോഷിക്കരുത്, ബിമഹാമിദിന്നാസ്, ജനങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ കൊണ്ട്. വലാ തഅസ, വിഷമിക്കുകയും ചെയ്യരുത്, നിന്റെ ഹൃദയം വിഷമിക്കുകയും ചെയ്തു, മദാമിഹിം, ജനങ്ങളുടെ ആക്ഷേപം കൊണ്ട്. നീ ആള് തീരെ ശരിയില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ വിഷമിക്കരുത്. ആ രീതിയിലേക്ക് ജനങ്ങൾ എന്ത് പറഞ്ഞാലും നിനക്ക് പ്രശ്നമേ ഇല്ല, നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹിന് വേണ്ടിയിട്ടാക്കൽ, ഇതാണ് ഇഖ്ലാസ് എന്നർത്ഥം. ജനങ്ങൾ സ്തുതിച്ചാൽ നിന്റെ ഹൃദയം സമാധാനിക്കരുത്, ജനങ്ങൾ മദാമ് ആക്ഷേപിച്ചാൽ നിന്റെ ഹൃദയം ദുഃഖിക്കുകയും അരുത്. ഇതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇനി വാലം, പൊന്നുമോനെ നീ മനസ്സിലാക്കുക, അന്ന റിയാ, ലോകമാനം, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നത്, ഇത് യതവല്ലദ്, അത് ഉണ്ടാവുന്നത് മിൻ തഅലീമിൽ ഖൽഖി, നമ്മൾ ആളുകളെ ബഹുമാനിക്കുമ്പോഴാണ്, ആളുകളെ അനാവശ്യമായിട്ട് ബഹുമാനിക്കുമ്പോൾ. ഓന് കാണണം, കാരണം ഓനക്ക് നല്ല സ്ഥാനമുണ്ട്, ഓന് കണ്ടാൽ എനിക്ക് നല്ല സ്ഥാനം കിട്ടും. അപ്പോൾ മറ്റവനെ കാണുന്ന ആളെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടല്ല റിയാ ഉണ്ടാകുന്നത്. അതാ പറഞ്ഞത്, അന്ന റിയാ യതവല്ലദ്, അത് ഉണ്ടാകുന്നത് മിൻ തഅലീമിൽ ഖൽഖി, നമ്മൾ സൃഷ്ടികളെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. തഅലീം, ബഹുമാനിക്കൽ, അൽ ഖൽഖ്, സൃഷ്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ കാണുന്നതും കാണാത്തതും നമുക്ക് പ്രശ്നമേ ഇല്ലല്ലോ. നേരെ മറിച്ച് ഒരാൾ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അയാൾ കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ ഒരാളെ സംഭവമായിട്ട് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുക, ഇതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകുന്നത്, റിയാ ഉണ്ടാകുന്നത് എന്നർത്ഥം. വൈലാജുഹു, ഈ റിയാ അല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പണി, അത് ഒഴിവാക്കാനുള്ള മാർഗം, അതിന്റെ ചികിത്സ. ഇലാജുഹു, ഈ റിയാന്റെ ചികിത്സ, അൻ തറാഹും, ഇതേ ഖൽഖിനെ നീ കാണലാണ്, മുസഖിരിൽ ഖുദ്റത്തി, അള്ളാഹുവിന്റെ ഖുദ്റത്തിന് വഴിപ്പെട്ട ആളായിട്ട്, അള്ളാഹു എന്താണ് തീരുമാനിച്ചത് അതനുസരിച്ചിട്ട് നിൽക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മുസഖരി, കീഴടക്കപ്പെട്ട ആളാണ്, കീഴടങ്ങിയ ആളാണ്. അൽ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്തിന് കീഴടങ്ങിയ ആളാണായിട്ട് നീ മനസ്സിലാക്കാം. അള്ളാഹിന്റെ ഖുദ്റത്ത് അനുസരിച്ചിട്ട് നീയും നീ കാണുന്ന ആളും ജീവിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. വതഹ്സബുഹും, നീ അവരെ പരിഗണിക്കുക, കൽ ജമാദാത്തി, ജീവനില്ലാത്ത വസ്തുക്കളെ പോലെയായിട്ട് പരിഗണിക്കുക. തഹ്സബുഹും, നീ അവരെ വിചാരിക്കുക, ഹസ്ബ, വിചാരിക്കുക, പരിഗണിക്കുക, ഹസിബ, വിചാരിക്കുക,
കൽ ജമാദാത്ത് ജീവനില്ലാത്ത വസ്തുക്കളെ പോലെയായിട്ട് വിചാരിക്കുക. ഫി ആദമി ഖുദ്റത്ത് ഈസാലി റാഹ ജീവനില്ലാത്ത വസ്തുക്കളുടെ പ്രത്യേകത എന്താ? ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാനും പറ്റൂല, ഒരാളെ ഉപദ്രവിക്കാനും പറ്റൂല. അതേപോലെയാണ് നീ വലിയ ആളായിട്ട് കരുതുന്ന ആൾക്കാരും, അവർക്ക് ഒരാളെ സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധിമുട്ടിക്കാനും പറ്റൂല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്കും സമാധാനം നൽകാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഇല്ല എങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനോ ഉപകാരം നൽകാനോ പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഉപകാരമോ ഉപദ്രവമോ നൽകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെ നീ എന്താക്കിയിട്ട് കരുതണം? ഉപകാരം ഉപദ്രവം ചെയ്യാത്ത ജീവനില്ലാത്ത വസ്തുക്കളായിട്ട് കണ്ടാൽ പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് നീ നിന്റെ അമല് ചെയ്യൂല. അവർ കാണാൻ വേണ്ടിയിട്ട് നീ നിന്റെ അമല് ചെയ്യൂല. ആര് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്യൂ? അള്ളാഹു കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്യൂ എന്നർത്ഥം. തഹ്സബും നീ അവരെ മനസ്സിലാക്കണം, കരുതണം, കൽ ജമാദാത്ത് ജീവനില്ലാത്തത് വല്ലാത്ത വസ്തുക്കളെ പോലെ. ഫി അദമി ഖുദ്റത്തി ഈസാൽ റാഹത്ത് സന്തോഷം എത്തിക്കാൻ പറ്റൂല എന്ന വിഷയത്തിൽ ഒൽമഷക്ക ബുദ്ധിമുട്ടും. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് സന്തോഷം ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇല്ല. ബുദ്ധിമുട്ടുണ്ടാക്കി തരാൻ പറ്റുമോ? അതേപോലെയാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തില്ല എങ്കിൽ മനുഷ്യന്മാർക്കും സന്തോഷം ഉണ്ടാക്കി തരാൻ പറ്റൂല, ബുദ്ധിമുട്ടുണ്ടാക്കാനും പറ്റൂല. അതുകൊണ്ട് ജീവനില്ലാത്തതും അള്ളാഹിന്റെ ഖുദ്റത്തില്ലാത്ത മനുഷ്യന്മാരും ഒരേപോലെയാണ് മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം. തഹ്സബ് നീ അവരെ കരുതുക കൽ ജമാദാത്ത് ജീവനില്ലാത്ത വസ്തുക്കളെ പോലെ കരുതണം. ഏത് വിഷയത്തിൽ കരുതണം? ഫി ആദമി ഖുദ്റത്തി ഇല്ല എന്ന വിഷയത്തിൽ, എന്തിന് കഴിവില്ല എന്ന വിഷയത്തിൽ, ഫി ആദമി ഖുദ്റത്തി കഴിവില്ല എന്ന വിഷയത്തിൽ, ഈസാൽ റാഹ സന്തോഷം എത്തിക്കാനുള്ള കഴിവില്ല എന്ന വിഷയത്തിൽ അവരാരെ പോലെയാണ്? ജമാദാത്ത് ജീവനില്ലാത്ത വസ്തുക്കളെ പോലെയാണ്. വൽ മഷക്ക ബുദ്ധിമുട്ടും എത്തിക്കാൻ പറ്റുന്നില്ല എന്ന വിഷയത്തിൽ അവര് ജമാദാത്തിനെ പോലെയാണ്. ആ രീതിയിൽ കരുതുക. ലിതഖ്ലുസമിൻ മുറാഅത്തിഹിം അവർ കാണുമ്പോൾ അമൽ ചെയ്യൂല, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോട് റിയാ വെച്ചിട്ട് അമൽ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ലിതഖ്ലുസമിൻ മുറാഅത്തിഹിം അവരുടെ റിയായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എപ്പോഴൊക്കെയാണോ തഹ്സബുഹും നീ അവരെ മനസ്സിലാക്കുന്നത്, വിചാരിക്കുന്നത് ഖുദ്റത്തിൻ നല്ല കഴിവുള്ളവരായിട്ട് എപ്പോഴാണ് അവർ വിചാരിക്കുന്നത്? ഒരാളത്തിന് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ് അവർ എന്ന് നീ എപ്പോഴൊക്കെയാണ് അവരെ കുറിച്ച് വിചാരിക്കുന്നത്? ലംയ ബോധാൻകൽ റിയാവോ ആ വിചാരിക്കുന്ന സമയത്തൊന്നും നിന്നിൽ നിന്ന് റിയ മാറൂല. റിയ നിന്റെ മനസ്സിൽ സദാസമയവും ഉണ്ടാകും. ലംയ ബോധാൻക നിന്നിൽ നിന്ന് മാറൂല. റിയാനിൽ നിന്ന് ഒരു നിലക്കും മാറുകയില്ല. റിയാനിൽ നിന്ന് ഒരു സമയത്തും മാറുകയേയില്ല. റിയാനിൽ നിന്ന് മാറുകയേയില്ല. ഇതാണ് റിയാവിൻ്റെ. അപ്പോൾ റിയാ ഇല്ലാതെ കളവായി. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. റിയാ ഉണ്ടാവാനുള്ള കാരണം നീ ഒരാളെ ബഹുമാനിക്കുകയാണെങ്കിൽ ആ ബഹുമാനിക്കുന്ന ആളെ മുമ്പിൽ നിനക്ക് വലിയ ആളാൻ വേണ്ടിയിട്ടാണ് നിന്റെ നിന്ന് റിയാ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബഹുമാനിക്കുന്ന ആളെ കുറിച്ചിട്ട് നീ എന്ത് കരുതിയാൽ മതി? അയാൾ ഒന്നുമില്ല, അയാൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അനുസരിച്ചിട്ടാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ കരുതിയാൽ പിന്നീട് നിനക്ക് റിയാൽ നിന്ന് രക്ഷപ്പെടാം. നേരെ മറിച്ച് അയാൾക്ക് കഴിവുണ്ട്, അയാൾ ഉദ്ദേശിച്ച പോലെ നടക്കാൻ കഴിവുള്ളവനാണ് എന്ന് നിനക്ക് തോന്നിയാൽ, അങ്ങനെ കരുതുകയാണെങ്കിൽ ഒരു കാലത്ത് നിനക്ക് റിയാൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നൊന്നും ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇതാണ് നമ്മൾ 18ാമത്തെ അയ്യുഹൽ വലദ്. ഇനി 19ാമത്തെ അയ്യുഹൽ വലദാണ് നമ്മൾ പഠിക്കുന്നത്. 19ാമത്തെ അയ്യുഹൽ വലദ് പൊന്നുമോനെ വൽ ബാഖി മിൻ മസായിലിക. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? ഇവിടേക്ക് ആൻസർ ഇസ്തിഖാമത്തിന്റെ ആൻസർ പറഞ്ഞു, ഉബൂദിയത്ത് എന്താണെന്ന് ചോദിച്ചു, അതിന്റെ ഉത്തരം പറഞ്ഞു, തവക്കുൽ എന്താണെന്ന് ചോദിച്ചു, അതിന്റെ ഉത്തരം പറഞ്ഞു, ഇഖ്ലാസ് എന്താണെന്ന് ചോദിച്ചു, അതിന്റെ ഉത്തരം പറഞ്ഞു. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. അൽ ബാഖി മിൻ മസായിലിക് നിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയാതെ ബാക്കിയായത്, അൽ ബാഖി മിൻ മസായിലിക് നിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറയാതെ ബാക്കിയായത്, ബഅ്ലുഹ അതിൽ നിന്നുള്ള ചിലതിന്റെ ഉത്തരം മസ്തൂറുൻ എഴുതിയിട്ടുണ്ട്, ഫി മുസന്നഫാത്തി എൻ്റെ ചില മറ്റു ഗ്രന്ഥങ്ങളിൽ, ഈ ഗ്രന്ഥങ്ങളിലല്ല, ബഅ്ലുഹ അതിൽ നിന്ന് ചിലതിന്റെ ആൻസർ, അൽ ബാഖി മിൻ മസായിലിക നിന്റെ ചോദ്യങ്ങളിൽ നിന്നുള്ള ബാക്കിയായ ചിലത്, ബഅ്ലുഹ അതിൽ നിന്ന് ചിലത് മസ്തൂറുൻ എഴുതിയിട്ടുണ്ട്, ഫി മുസന്നഫാത്തി
എൻ്റെ ഗ്രന്ഥങ്ങളിൽ, മുസന്നഫത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, ഫത്ലുബുഹു നീ അന്വേഷിച്ചു, സമ്മ അവിടെ പോയിട്ട് അന്വേഷിച്ചു. അപ്പൊ മറ്റു പല ഗ്രന്ഥങ്ങളിലും നിന്റെ ചോദ്യത്തിനുള്ള ആൻസർ അവിടെയുണ്ട്. കിതാബത്ത് ബാലിഹ, എന്നാൽ ആൻസർ പറയാത്തത് ചിലതുണ്ട്, അതിനെ കുറിച്ച് ഇതിൽ ഹറാമുൻ, അത് ഹറാമാണ് എന്നർത്ഥം. കിതാബത്ത് ബാൽ, നീ ചോദിച്ചതിന്റെ ചിലതിനെ കുറിച്ച് ഇതിൽ ഹറാമുൻ ഹറാമാണോ. കിതാബത്ത് ബാലിഹ, ചിലത് ചോദിച്ചു, ആ ചോദിച്ചത് ഇതിൽ ഹറാമുൻ ഹറാമാണ്. ഇനി പറയാം, ലാസ്റ്റ് പറയാണ്, അമൽ അന്ത, നീ പ്രവർത്തിച്ചോ, ബിമാ താല, നിനക്ക് അറിയുന്നത് പോലെ നീ പ്രവർത്തിച്ചോ. അങ്ങനെ നീ അറിയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ യങ്കശിഫലക്ക്, നിനക്ക് വെളിച്ചത്ത് വരാൻ, മാലം താലം, നിനക്ക് അറിയാത്തതൊക്കെ നിനക്ക് ഇങ്ങനെ വെളിച്ചത്ത് വരും, അറിയാത്ത കാര്യങ്ങളൊക്കെ നിനക്ക് ഇങ്ങനെ വെളിവായിട്ട് വരും. യങ്കശിഫലക്ക്, നിനക്ക് വെളിവായിട്ട് വരാൻ, ഇൻകശഫ വെളിവായിട്ട് വരിക, തെളിഞ്ഞു വരിക, ലിയങ്കശിഫലക്ക്, നിനക്ക് വെളിവായിട്ട് വരാൻ വേണ്ടിയിട്ട്, മാലം താലം, അറിയാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ അറിയുന്നതനുസരിച്ച് ചെയ്താൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ചെയ്യുന്നതിലൂടെ വെളിച്ചത്ത് വരും എന്നർത്ഥം. അറിയുന്നതനുസരിച്ച് ചെയ്താൽ ആ ചെയ്യുന്നതിലൂടെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആമില, ആരെങ്കിലും അമല് ചെയ്താൽ, ബിമാലിമ, അറിഞ്ഞതനുസരിച്ച്, ഇൽമനുസരിച്ച് ആരെങ്കിലും അമല് ചെയ്താൽ, വറസഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല, വറസ അനന്തരമായിട്ട് നൽകും, ഇൽമ ഒരു അറിവിനെ, മാലം യാലം, അയാൾ ഇതുവരെ അറിയാത്ത അറിവിനെ അയാൾക്ക് നൽകും. അത് അറിവ് നൽകാനുള്ള കാരണം എന്താണ്? അറിയുന്നതനുസരിച്ചിട്ട് അമല് ചെയ്താൽ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു തരും എന്നർത്ഥം. മൻ ആമില, ആരെങ്കിലും അമല് ചെയ്താൽ, ആലിമ, ഇൽമനുസരിച്ചിട്ട് ആരെങ്കിലും അമല് ചെയ്താൽ, വറസഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല അനന്തരമായിട്ട് നൽകും, ഇൽമ, ഒരു ഇൽമിനെ, മാലം യാലം, അറിയാത്ത ഒരു ഇൽമിനെ അനന്തരമായിട്ട് നൽകും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞത്, നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന്റെ ആൻസർ ചിലത് ഞാൻ ഈ കിതാബിൽ പറഞ്ഞു, ചിലത് മറ്റു പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു, ചിലത് തീരെ പറഞ്ഞിട്ടില്ല. തീരെ പറയാത്തത് എന്താണ്? അത് പറഞ്ഞു തരില്ല, അതിനെ കുറിച്ച് ആൻസർ ചെയ്തൽ ഹറാമാണ്. അതുകൊണ്ട് അവസാനമായിട്ട് പറയാം, നിനക്ക് എന്തൊക്കെയാണോ അറിയുന്നത് ആരിനനുസരിച്ച് ചെയ്തു. അങ്ങനെ ചെയ്താൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഈ ചെയ്തതിന്റെ കൊണ്ട് നിനക്ക് അറിയിച്ചു തരുമെന്നർത്ഥം. ഇങ്ങനെ ചെയ്താൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു തരും. അതുകൊണ്ടാണ് പറഞ്ഞത്, അറിയാത്ത കാര്യങ്ങൾ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അറിയുന്ന ഇൽമിനെ നീ ചെയ്താൽ മതി, അള്ളാഹു അങ്ങനെ അറിയിച്ചു തരും എന്നർത്ഥം. ഓക്കെ, ഇതാണ് എത്രാമത്തത്? 19ാമത്തെ. ഇനി നമുക്ക് പോകാനുള്ളത് 20ാമത്തെ അയ്യുൽ വലദിലേക്കാണ്. 20ാമത്തെ അയ്യുൽ വലദ്. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് ഒന്നും കൂടി നോക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി ബാദല്യവും, ഈ ദിവസത്തിന് ശേഷം, ഇന്നത്തെ ദിവസത്തിന് ശേഷം, ബാദല്യവും ഇന്നത്തെ ദിവസത്തിന് ശേഷം, ലാ തസ്അൽനി, പൊന്നുമോനെ നീ എന്നോട് ചോദിക്കരുത്, മാ ഉഷ്കിലാലയിക്ക, നിനക്ക് സംശയമുള്ള കാര്യങ്ങളെ കുറിച്ച് നീ ചോദിക്കരുത്, ഇല്ലാ ബിലിസാനിൽ ജനാൻ, ഹൃദയത്തിന്റെ നാവ് കൊണ്ടല്ലാതെ, ഹൃദയത്തിന്റെ ഭാഷ കൊണ്ടല്ലാതെ. എന്ന് വെച്ചാൽ ചിന്തിച്ചിട്ട് മാത്രം ചോദിച്ചാൽ മതി. സംശയം വരുമ്പോഴേക്കും ചോദിക്കാൻ നിൽക്കരുത്, വളരെ വളരെ ചിന്തിച്ചിട്ട് ചോദിക്കണം എന്നർത്ഥം. ബാദല്യവും ഇന്നത്തെ ദിവസത്തിന് ശേഷം, ലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കരുത്, മാസ്കിൽ ആലയിക്ക, നിനക്ക് സംശയമുള്ളതിന്, ഇല്ലാ ബിലിസാൽ ജനാൻ, ഹൃദയത്തിന്റെ ഭാഷയിലല്ലാതെ. ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ചോദിക്കുക എന്നാണ് അർത്ഥം. വലൗ അന്നഹും, അള്ളാഹു പറയാണ്, വലൗ അന്നഹും, അവരായിരുന്നുവെങ്കിൽ, സബറു, ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഹത്താ തഖ്റുജ ഇലൈഹിം, പ്രവാചകരെ അങ്ങ് അവരിലേക്ക് പോകുന്നത് വരെ അവർ എങ്ങാനും ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. ലക്കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ പ്രവാചകൻ പോയിട്ട് ഒരു ഹുക്കം അങ്ങോട്ട് പറയും, അതിനേക്കാൾ മുമ്പ് അവരിങ്ങനെ തിരക്ക് കൂട്ടി, അവർക്ക് ചിന്തിക്കാനോ ക്ഷമിക്കാനോ സമയമുണ്ടായിട്ടില്ല. അപ്പോൾ ക്ഷമിച്ച് സാവധാനം പതുക്കെ ചോദിച്ചാൽ മതി, പെട്ടെന്ന് ചാടി എണീറ്റ് ചോദിക്കരുത് എന്നർത്ഥം. മനസ്സിലാവും? സാവധാനം ചോദിക്കാം. വഖ്ബൽ, നീ സ്വീകരിക്കുക, നസീഹത്തുൽ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഉപദേശം ഉണ്ടല്ലോ. എന്താണ് ഉപദേശം? ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒന്നിനെ കുറിച്ച് നീ ചോദിക്കരുത്. ഫലാ തസ്അൽനി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഫലാ തസ്അൽനി, മൂസ നീ എന്നോട് ചോദിക്കരുത്, അൻ ഷൈഇൻ, ഒരു വസ്തുവിനെ കുറിച്ചും, ഹത്താ ഉഹ്ദിത ലകു,
ആ വസ്തു അത്താഹുദിലക്ക നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വരെ മിന്നു ആ വസ്തുവിനെ കുറിച്ച് ദിക്റെ ഒരൽപ്പകാര്യം എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് തരക്കിട്ട് എന്നോട് ചോദിക്കരുത് എന്നർത്ഥം. അതെന്താ ഇതെന്താ എന്ന് എന്നോട് ചോദിക്കരുത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരുമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആര് പറഞ്ഞിട്ടുണ്ട്? ഖിദ്ർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ചിന്തിച്ചിട്ട് സാവധാനത്തിൽ എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി, ചാടി എണീറ്റ് ചോദിക്കരുത് എന്നർത്ഥം. ഫലാ തസ്അൽനി, ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, മൂസ നീ എന്നോട് ചോദിക്കരുത് അൻഷൈൻ ഒന്നിനെ കുറിച്ച്, ഞാൻ പറയുന്നത് വരെയല്ലൊക്കെ നിന്നോട് അതിൽ നിന്ന് ദിക്ർ എന്തെങ്കിലും കാര്യം. വലാ തസ്താജിൽ, നീ പെട്ടെന്ന് തന്നെ ആവണമെന്ന് ആവശ്യപ്പെടരുത്. ഹത്താ തബ്ലുഗ അവാന, അതിന്റെ സമയം എത്തുന്നതിനേക്കാളും മുമ്പ് പെട്ടെന്ന് തന്നെ വേണമെന്ന് നീ ആവശ്യപ്പെടുക. വലാ തസ്താജിൽ, ഇസ്താജല എന്നാണ് പെട്ടെന്നാവണമെന്ന് ആവശ്യപ്പെടുക, അങ്ങനെ ആവശ്യപ്പെടുക. ഹത്താ തബ്ലുഗ അവാന, അതിന്റെ സമയം ആ ഒരു സമയത്തിലേക്ക് നീ എത്തുന്നതിന് മുമ്പ് അത് കിട്ടണമെന്ന് നീ ആവശ്യപ്പെടുക. ഹത്താ തബ്ലുഗ അവാന, അത് വേണമെന്ന് ആവശ്യപ്പെടരുത്, അത് വേണമെന്ന് ആവശ്യപ്പെടരുത്. എന്നിട്ട് പറയാം, അങ്ങനെ പെട്ടെന്ന് വേണമെന്ന് നീ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, അങ്ങനെ പെട്ടെന്ന് വേണമെന്ന് നീ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ യുക്ഷഫലക്, അതിനെക്കുറിച്ച് നിനക്ക് വെളിവാക്കി തരും. മൗരീത്ത് നിനക്ക് കാണിച്ചു തരും, അതിനെക്കുറിച്ച് നിനക്ക് വെളിവാക്കി തരും. മൗരീത്ത് നിനക്ക് അതിനെക്കുറിച്ച് കാണിച്ചു തരികയും ചെയ്യും. അതാണ് പറയുന്നത്. സൗരീക്കും അള്ളാഹു പറയണ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങൾ. ഫലാ തസ്തഅ്ജിലൂൻ, എന്ത് ചെയ്യരുത്, ധൃതി കൂട്ടരുത്, പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെടരുത്. ഫലാ തസ്തഅ്ജിലൂൻ, പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെടരുത്, പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെടരുത്. സൗരീക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങൾ. ഫലാ തസ്തഅ്ജിലൂൻ, പെട്ടെന്ന് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടരുത്. അതാ പറഞ്ഞത്. വലാ തസ്താജിൽ, നീ പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെടുക. തബ്ലുഗ അവാന, അതിന്റെ സമയം എത്തുന്നതിനേക്കാൾ മുമ്പ്, അതിനേക്കാൾ മുമ്പ് വേണമെന്ന് ആവശ്യപ്പെടരുത്. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ യുക്ഷഫലക്ക്, നിനക്ക് കിട്ടും, നിനക്ക് വെളിവാക്കപ്പെടും. ഔരി, നിനക്ക് കാണിച്ചു തരുകപ്പെടുകയും ചെയ്യും, നിനക്ക് കാണിക്കുകയും ചെയ്യും. സൗരീക്ക്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആയാത്തിന്റെ ആയത്തുകൾ. ഫലാ തസ്താജിലോ, നിങ്ങൾ പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെടരുത്. ഫലാ തസ്അൽ, അതുകൊണ്ട് നീ ചോദിക്കരുത്. ഖദ്റൽ വഖ്തി, ഓരോന്നിനും സമയമുണ്ട്, ആ സമയത്ത് ആകുന്നതിന് മുമ്പ് നീ ഒന്നിനും ചോദിക്കരുത്. ഫലാ തസ്അൽ, നീ ചോദിക്കരുത്. ഖബ്ലൽ വഖ്ത്, ഓരോന്നും അതിന്റെ സമയമാകുന്നതിന് മുമ്പ് ചോദിക്കരുത്. വതയഖൻ, നീ ഉറപ്പിക്കുക. അന്നക, നിശ്ചയമായി നീ ലാ തസ്ലു, നീ എത്തുകയില്ല. ഇല്ല ബിസ്സൈർ, ഒറ്റയടിക്കൽ എത്ര, പതുക്കെ പതുക്കെ സഞ്ചരിച്ചാലേ എവിടേക്കെത്തും, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. വതയഖൻ, നീ ഉറപ്പിക്കുക. അന്നക, നീ എത്തുകയില്ല. അന്നക, നിശ്ചയമായി നീ ലാ തസ്ലു, നീ എത്തുകയില്ല. ഇല്ല ബിസ്സൈർ, സഞ്ചരിച്ചാലല്ലാതെ നീ എത്തുകയില്ല. സഞ്ചരിച്ചാലല്ലാതെ നീ എത്തുകയില്ല എന്ന് നീ ഉറപ്പിച്ചു. സഞ്ചരിച്ചാലല്ലാതെ നീ എത്തുകയില്ല എന്ന് നീ ഉറപ്പിച്ചു. അവലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ, ഫിൽ അർളി, ഭൂമിയിൽ. ഫയൻളുറു, എന്നിട്ട് അവർ കാഴ്ച കാണുന്നില്ല എന്ന് പടച്ചറബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫയൻളുറു, എന്നിട്ട് അവർ ഭൂമിയിലുള്ള കാഴ്ചകളൊക്കെയും കാണുന്നില്ല എന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്തും പഠിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ പഠിക്കണം, പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണമെന്ന് നീ ആവശ്യപ്പെടരുത്. അള്ളാഹു എല്ലാത്തിനും ഉത്തരം തരും, എല്ലാ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കാണിച്ചു തരും. പക്ഷെ അത് ആ ദൃഷ്ടാന്തങ്ങൾ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ലാ തസ്ലു ഇല്ലാ ബിസ്സൈർ, സഞ്ചരിച്ചാലല്ലാതെ നിങ്ങൾക്കത് കാണാൻ പറ്റൂല, സഞ്ചരിക്കണം എന്നർത്ഥം. ഓക്കെ, ഇൻഷാ അള്ളാഹ് തൽക്കാലം നമ്മൾ ഇവിടെ നിർത്താണ്. ഇലൽ ലിഖാ, അസ്സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.